എൻ്റെ ഇതിനകത്ത് അത്യാവശ്യം കണ്ട് നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോണത്. ഇന്നൊരു ട്രിപ്പുണ്ട്, ചെറിയൊരു ട്രിപ്പാണ്. നമ്മൾ എങ്ങോട്ടാണ്, ആരെ കൂടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോയിട്ട് കാണാം. ഇത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻ്ററിൽ +2ൻ്റെ ഒരു ചെറിയ ട്രിപ്പാണ്. ഒരു വലിയ ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് കൊടൈക്കനാലായിരുന്നു, അത് കഴിഞ്ഞ് ഇത് ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മളെല്ലാവരും റെഡി ചെയ്ത ബസ്സിലൊക്കെ വണ്ടിയിലൊക്കെ കയറി എൻജോയ്മെൻറ്റിലാണ് പോവാണ്. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് സാർമാരും ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് പോയി. ഇതൊക്കെ ബസ്സിനകത്തുള്ള പ്രഹസനങ്ങളാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതാ പാട്ട്, ഡാൻസ്, എല്ലാവരും വ്ളോഗിന് ഹായ് ഹലോ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പാട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഓഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ലുലു മോളിലോട്ടാണ്. അറിയാമല്ലോ നമ്മളെ തിരുവനന്തപുരത്തുള്ള ലുലു മോള്. എന്നെ കുറിച്ച് 2 അക്ഷരം നമ്മളെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന അശ്വതി ടീച്ചറാണ്. മലയാളം ക്ലാസ്സില് വൈബാണ്. നമ്മൾ ലുലു മാളിലാണുള്ളത്. നമ്മൾ വൈബ് ടീച്ചറാണ് അശ്വതി ടീച്ചർ. അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ്, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണ്. ഭയങ്കര സ്നേഹമുള്ള കുട്ടികളാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത്. അതിൽ ഒരെണ്ണം എന്തോ ഫോട്ടോ ഇട്ട്, അത്രേ ഉള്ളൂ. ലുലു മോളിൽ നമ്മളിനി അടുത്ത് പോകാൻ പോണത് വേലിയിലോട്ടാണ്. വെളിയിൽ ഒരുപാട് നടക്കാനുണ്ടല്ലോ. അങ്ങനെ നടന്ന് തളർന്ന് നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് വൈബ് അടിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോവളത്ത് പോവുക, സൺസെറ്റ് കാണുക, എൻജോയ്മെൻറ്റ്, അത് മാത്രം. കോവളം എത്തിയിട്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ഒരു ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് പിള്ളേർ നിന്നത്. വീടെത്തിയിട്ട് എല്ലാവരെയും കയ്യിൽ ഒരു വീട് വയ്ക്കാനുള്ള അത്രയും മണലുണ്ടായിരുന്നു. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് വീണ്ടും ഡാൻസ്, പാട്ട് എല്ലാമൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിക്കകത്ത് ഞങ്ങളെല്ലാവരും വീടെത്തി. അപ്പോൾ ഇത്രയായിരുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.